കൊച്ചിയിൽ അമിത വേഗതയിലെത്തിയ ബൈക്ക് അപകടത്തിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം. എളമക്കര സ്വദേശിയായ അസിം മുഹമ്മദാണ് മരിച്ചത്. റോഡിലെ ഹമ്പിൽ തട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലും വൈദ്യുതി പോസ്റ്റിലും ചെന്നിടിക്കുകയായിരുന്നു. ബൈക്ക് ഓടിച്ച സഹോദരൻ അസറിന് ഗുരുതരമായി പരിക്കുണ്ട്. ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. എസ് രാഗിനുണ്ട്. രാഗിൻ പറയൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. നടുക്കുന്ന അപകടം തന്നെയാണ്. അതായത് ബൈക്ക് എത്തുന്നു, ബൈക്ക് എത്തി ഹമ്പിൽ തട്ടി പോസ്റ്റിലും അതോടൊപ്പം തന്നെ മതിലിലും ഇടിച്ചാണ് അപകടമുണ്ടാകുന്നത്. ജ്യേഷ്ഠാനുജന്മാരാണ് ഈ ബൈക്ക് ഓടിച്ചിരുന്നത്. അതിൽ ബൈക്ക് ഓടിച്ചിരുന്ന അസർ എന്ന് പറയുന്നയാൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു. ഇതോടൊപ്പം തന്നെ അസീം മുഹമ്മദ് അദ്ദേഹമാണ് മരിച്ചിരിക്കുന്നത്. പോലീസ് പറയുന്നത് അമിത വേഗത ഉണ്ടായിരുന്നു ബൈക്കിന് എന്നതാണ്. അങ്ങനെ മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ ഈ ഹമ്പിൽ തട്ടി ആണ് അപകടം ഉണ്ടാകുന്നത്. ഇത് ഒരു പ്രധാന റോഡല്ല, ഒരു ചെറിയ ഇടറോഡാണ്. കുറച്ച് വീടുകളിലേക്ക് നീളുന്ന റോഡാണ്. ആ റോഡിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ഹമ്പ് എന്നൊക്കെ പറയുന്നത് ഒരു വേഗ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇത് അവിടെ തന്നെ തട്ടി അപകടം ഉണ്ടാകുന്നു. അതോടൊപ്പം ആർക്കും ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ അന്വേഷണം അല്ലെങ്കിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ചില വിവരങ്ങൾ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഇതിന്റെ തീവ്രതയടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ദാരുണാന്ത്യമാണ് യുവാവിന് സംഭവിച്ചത്. അസർ എന്ന് പറയുന്നയാൾ ഇപ്പോൾ ചികിത്സയിലുമാണ്. ശരി രാഗിൻ.